ഓക്കെ, ഞാനിവിടെ തിരിച്ചു വന്നപ്പോൾ പല സഹോദരന്മാർ എൻ്റെ ഒരു മെസ്സേജ് എടുത്ത് ആരോ വികൃതമായി അതിനെക്കുറിച്ച് ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്കൊരു കട്ടിങ് കിട്ടും. ഞാൻ റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അങ്ങനെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ പറയുന്നുവെന്ന് ചിലർ ഞങ്ങളെ ദൂഷിച്ചു പറയുന്നുവല്ലോ, ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളത് തന്നെ. ഒരുപാട് കാര്യങ്ങൾ പൗലോസ് പറഞ്ഞിട്ടില്ലാത്തത് പൗലോസ് പറഞ്ഞു എന്ന് കാണിച്ചു. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് ജാതികളുടെ ഇടയിൽ നടന്ന പ്രവർത്തികൾ, രോഗികൾ സൗഖ്യമായത്, കൂട്ടമാനസാന്തരം മുതലായ കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് സാക്ഷ്യം പറയുമ്പോൾ അതങ്ങനല്ല, കള്ളമാണ്. ഇന്നത്തെ മീഡിയക്കാരൻ്റെ ഭാഷയിൽ തള്ള എന്ന് പറയുന്നൊരു പതിവ് അന്നേ ഉണ്ടായിരുന്നു. പിശാചിന് സ്വഭാവ വ്യത്യാസമില്ല, അവനൊരിക്കലും മാനസാന്തരപ്പെടത്തില്ല. പഴയ പിശാച് ഇന്നുമുണ്ട്, പുതിയ വാക്കുകൾ ഉപയോഗിക്കും. അങ്ങനെ പൗലൂസിനെ കുറിച്ച് വ്യാജം പറയുന്നുവെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പദമാണ്, അങ്ങനെ പറയുന്നവർക്ക് വരുന്ന ശിക്ഷ വളരെ നീതിയുള്ളതായിരിക്കും. റോമലേഖനം 6-ന്റെ 7-8 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ സത്യം എൻ്റെ ഭോഷ്കിനാൽ അവൻ്റെ മഹത്വത്തിനായി അധികം തെളിവായി എങ്കിൽ എന്നെ പാപിയെന്ന് വിളിക്കുന്നത് എന്ത്? നല്ലത് വരേണ്ടതിന് തീയത് പറക എന്ന് പറയരുതോ? ഞങ്ങളങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ, ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളത് തന്നെ. നമ്മൾ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുകയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഊതി വീർപ്പിച്ച് വേറൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പ്രവണത 1-ാം നൂറ്റാണ്ടിലുണ്ട്, പണ്ട് മുതലേ ഉള്ളതാണ്. അതിന്നും തുടരും. നമ്മളതിനകത്ത് പ്രതികരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇത് ക്രിസ്തീയ സ്നാനത്തെക്കുറിച്ചാകയാൽ അതിനെക്കുറിച്ച് ഒന്നുകൂടെ വിശദീകരിക്കാൻ ഇതൊരു നല്ല അവസരമാണെന്ന് മാത്രം കരുതി ഞാനതൊന്ന് പറയാൻ താല്പര്യപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ക്രിസ്തീയ സ്നാനത്തെക്കുറിച്ച് ഞാനന്ന് തൊടട്ടെ. സ്നാനങ്ങൾ പലതരമുണ്ട്. വേദപുസ്തകത്തിൽ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം എന്നൊരു പദം കാണാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ സ്നാനങ്ങൾ അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർക്ക് വേണ്ടി വരെയുള്ള വ്യത്യസ്ത സ്നാനങ്ങൾ ആരംഭകാലത്ത് നടന്നിരുന്നു. എൻ്റെ അറിവോളം ഇന്നും മോർമൺസ് എന്ന ഗ്രൂപ്പിൻ്റെ ഇടയിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കാറുണ്ട്. സാഹചര്യങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്: ഞാൻ രക്ഷിക്കപ്പെട്ടത് ലാസ്റ്റ് മിനിറ്റിലാണ്, അല്ലെങ്കിൽ ഞാൻ മോർമണിസത്തിലേക്ക് വരുവാൻ തീരുമാനിച്ചത് ലാസ്റ്റ് മിനിറ്റിലാണ്. പിന്നെ എനിക്ക് സ്നാനപ്പെടാൻ ഒരു ചാൻസ് ഇല്ല. ഇതിനോടകം ഞാൻ തളർന്ന് കിടന്നുപോയി, അല്ലെങ്കിൽ പെട്ടെന്നൊരു അപകടത്തിലായി, മരണവേളയിലാണ് എനിക്ക് സുബോധം ഉണ്ടായത്. ഞാൻ എന്തു വേണം? ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മോനോട് പറയുക, അല്ലെങ്കിൽ വേറൊരാളിനെ വിളിച്ചു പറയുക, എനിക്ക് പകരം നീ ഒന്ന് സ്നാനപ്പെട്ടേക്കണം. മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്ത്? അത് ക്രിസ്ത്യാനി അംഗീകരിച്ചതല്ല, അല്ല. അത് ക്രിസ്ത്യാനി അംഗീകരിച്ചതല്ല. പക്ഷെ അങ്ങനൊരു സ്നാനം നിലവിലുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ഒരുവന് വേണ്ടി വേറൊരാൾ ഏറ്റുപറയുകയും ഒരുവന് വേണ്ടി ഒരാൾ സ്നാനപ്പെടുകയും ചെയ്യുന്ന സിസ്റ്റം ക്രിസ്തീയമല്ല. പക്ഷെ ലോകത്തിലുണ്ട് പലയിനം സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ. ഞാൻ കൂടുതൽ അടുത്ത് പോകുന്നില്ല, സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ബാപ്റ്റിസത്തെക്കുറിച്ചുള്ള 1-ാമത്തെ ചാപ്റ്ററായി ആൻ ഇൻട്രഡക്ഷൻ ഫോർ ബാപ്റ്റിസം ഞാൻ പതുക്കെ തുടങ്ങട്ടെ. ആൻ ഇൻട്രഡക്ഷൻ ഫോർ ബാപ്റ്റിസം, ചാപ്റ്റർ 1, എ ജനറിക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബാപ്റ്റിസം. ഞാൻ അല്പം ചുമന്ന നിറത്തിൽ കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. ഇതെല്ലാം യൂട്യൂബിൽ ഉണ്ടായിരിക്കും, വേണ്ടവർക്ക് വേണ്ടതിൽ നോക്കിയെടുക്കാം. ഇൻ ക്രിസ്ത്യാനിറ്റി ബാപ്റ്റിസം ഈസ് എ സാക്രിമെൻ്റ് ഓഫ് അഡ്മിഷൻ ടു ദ ചർച്ച്. ഇതെൻ്റെ അഭിപ്രായമല്ല, സത്യമേ അല്ല. ക്രിസ്തീയ ലോകം പൊതുവെ അംഗീകരിക്കുന്ന എ ടെനന്റ് ഓഫ് ഫെയ്ത്ത്, നമ്മുടെ അല്ല, ഒരു വിശ്വാസത്തിൻ്റെ പ്രമാണം, ഒരു ആചാരത്തിൻ്റെ പ്രമാണം. അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: സഭയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ കവാടമായി സ്നാനത്തെ ഉപയോഗിക്കുന്നു. Symbolized by pouring or sprinkling of water on the head or by immersion in water. ഒഴിച്ചോ തളിച്ചോ മുക്കിയോ ഒരു വ്യക്തിയെ ഈ സെറിമണിയിലൂടെ കടത്തിയെടുക്കുന്നത് സഭയുടെ മെമ്പർഷിപ്പിൻ്റെ ഭാഗമാണെന്നും, എങ്ങനെ ഇത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്താൽ ഒഴിച്ചാലും തളിച്ചാലും മുക്കിയാലും ആ സമയത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ഈ വ്യക്തിയെ സ്നാനപ്പെടുത്തുന്നു എന്ന് ആ കൊടുക്കുന്നയാൾ ഒരു പ്രഖ്യാപനം നടത്തുന്നതുമാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് എനിക്ക് കിട്ടിയതിലേക്ക് നല്ല സ്റ്റേറ്റ്മെൻറ്റായി ഞാൻ കണ്ടത്. അത് തെറ്റാണ് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ബാപ്റ്റിസം എന്ന വാക്കിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. അതിൻ്റെ ഗ്രീക്ക് പദം ഞാൻ മേളിൽ കൊടുത്തിട്ടുണ്ട്. ബപ്റ്റിസോ എന്നാണിത്, അതിൻ്റെ ഉച്ചാരണം, വാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബപ്റ്റിസോ എന്ന വാക്കിന് 2-3 അർത്ഥങ്ങളുണ്ട്. ഒന്നുകൂടെ ശ്രദ്ധിക്കണേ, ബപ്റ്റിസോ എന്ന വാക്കിന് 2-3 അർത്ഥങ്ങളുണ്ട്.
ഇത് സാധാരണക്കാരൻ മനസ്സിലാക്കാതിരിക്കേണ്ടതിന് വേണ്ടി ബപ്റ്റിസോ എന്ന പദം ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്യാതെ, തർജ്ജനം എന്ന വാക്കിൻ്റെ അർത്ഥം നിമജ്ഞനം, മുഴുകുക, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത് തർജ്ജമ ചെയ്താൽ പെന്തിക്കോസ്തുകാരൻ ജയിക്കും, അല്ലെങ്കിൽ ദൈവം ജയിക്കും. അത് വരാതിരിക്കേണ്ടതിന് ഈ പദത്തെ സമുദായങ്ങൾ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തു. ഒരു ഭാഷയിൽ നിന്നും വേറൊരു ഭാഷയിലേക്ക് കടമെടുത്തു, അതേ പദം പറഞ്ഞു. എന്നാൽ ബാപ്റ്റിസം ഈസ് എ ട്രാൻസ്ലിറ്ററേറ്റഡ് വേർഡ് എന്ന് ഓർത്തിരിക്കണം. ഈ പദത്തിന്, ബാപ്റ്റിസോ എന്ന പദത്തിന് 3 വ്യത്യസ്ത ഉപയോഗക്രമങ്ങളുണ്ട് എന്ന് ടെക്നിക്കൽ ലൈബ്രറികളിലുള്ള എൻസൈക്ലോപീഡിയകൾ വ്യക്തമാക്കുന്നു. ഞാനിത് പോയി വായിച്ചു നോക്കിയച്ചാണ് ഈ പറയുന്നത്, ഒരു തമാശ പറയല്ല. 1, കോമൺ മെൻസ് യൂസേജ്, കൃഷിക്കാരൻ്റെയോ സാധാരണക്കാരൻ്റെയോ പ്രയോഗത്തിൽ ബൈ പോറിങ്, തളിച്ചോ ഒഴിച്ചോ നനയ്ക്കുകയോ ലിഫ്റ്റ് ഇറിഗേഷൻ ചെയ്തോ മഴ നനഞ്ഞോ എങ്ങനെയെങ്കിലും ഒരു ചെടിയെ നനയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് ബാപ്റ്റിസോ എന്ന പദം ഒരു സാധാരണക്കാരന്. 2, ടെക്നിക്കൽ യൂസേജ്, ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ ഈ പദം ഉപയോഗിച്ചാൽ അതിൻ്റെ അർത്ഥം 1, ടു ബ്രഷ് പെയിൻറ്റ്, ബ്രഷ് ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യുക. 2, റോളർ പെയിൻറ്റ് ചെയ്യുക, റോളർ ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യുക. 3, ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുക, എങ്ങനെയെങ്കിലും ഒരു പെയിൻറ്റിനകത്തൊന്നിനെ കവചിതമാക്കുന്നതിനെ ബാപ്റ്റിസോ എന്ന് വിളിക്കും, അത് എഞ്ചിനീയറുടെ ഭാഷയിൽ. എന്നാൽ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ഈ പദം ഉപയോഗിക്കുന്നത് ടു ഇമേഴ്സ് എ പേഴ്സൺ ഇൻ വാട്ടർ അണ്ടർ ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഓർഡർ ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉത്തരവിനെയും കൽപ്പനയെയും ആശ്രയിച്ച് ഒരു വ്യക്തിയെ വെള്ളത്തിൽ മുക്കിയെടുക്കുന്നതിനെയാണ് സ്നാനം എന്ന പദം കൊണ്ട് ക്രിസ്തീയ വിശ്വാസം അംഗീകരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, സ്നാനത്തിനൊരു ആധികാരികതയുണ്ട്. നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന പ്രകാരം ഒരു വ്യക്തിയെ വെള്ളത്തിൽ മുക്കിപ്പൊക്കിയെടുക്കുന്ന പ്രക്രിയയാണ് ക്രിസ്തീയ ലോകത്തിൽ ബാപ്റ്റിസോ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ പദം പുറത്തു വരാതെ ബാപ്റ്റിസം എന്നാക്കിയതോടെ ഒരർത്ഥവും ആർക്കും പിടികിട്ടത്തില്ല, നമ്മളെ പൊട്ടുകളിപ്പിക്കാം. പലതരം സ്നാനങ്ങളെ ഞാനൊന്ന് തൊടട്ടെ. 1, യഹൂദ സ്നാനം. ഇന്ന് വിശദീകരിക്കത്തില്ല, ചരിത്രം മാത്രമേ ഉള്ളത്, ചരിത്രം മാത്രം. ഒരു റിട്ടൺ ഡോക്യുമെൻ്റ്, ചരിത്രമല്ലാതെ വേറൊരു റിട്ടൺ ഡോക്യുമെൻ്റ് അതിനെക്കുറിച്ച് കൽപ്പനകളിൽ ഇല്ല. യഹൂദന്മാർ ഇന്നും കൊടുക്കുന്ന ഒരു സ്നാനമുണ്ട്. യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകുകയിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തേരിലിരുന്ന് വായിച്ച എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനെക്കുറിച്ച് ഞാനും നിങ്ങളും കേട്ടിട്ടുണ്ട്. ആ മനുഷ്യൻ യെരുശലേമിൽ സ്നാനപ്പെട്ടേച്ച് വരിക. ആ സ്നാനം കഴിഞ്ഞാണ് പീലിപ്പോസിനെ വിശ്വസിച്ചപ്പോൾ ദേ വെള്ളം, ഞാൻ സ്നാനം ഏൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് ചോദിച്ചത്. കാരണം കഴിഞ്ഞ സ്നാനം വെള്ളത്തിലായിരുന്നില്ല. യഹൂദന്മാരുടെ ഇടയിൽ നടക്കുന്ന സ്നാനം ചൂടുള്ളതായ ചാരത്തിലും അതിൻ്റെ കനലുകളുടെ കഷണങ്ങൾ വരെയുള്ള പൊള്ളുന്ന സ്നാനമാണ് കഴിഞ്ഞത്. ഞാൻ ക്രിസ്തുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞതിനകത്ത് ഇതിൻ്റെ ഒരു സൂചനയുണ്ട് എന്ന് മറക്കരുത്. ക്രിസ്തുവിൻ്റെ ചൂടടയാളം. ആ സ്നാനവും കഴിഞ്ഞ് ശരീരത്തിൽ പൊള്ളലുമായി വരുന്നവനോടാണ് വെള്ളത്തിലെ സ്നാനത്തെക്കുറിച്ച് പീലിപ്പോസ് പറയുന്നതും ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞതും. അങ്ങനെ യഹൂദ സ്നാനം. 2, യോഹന്നാൻ്റെ സ്നാനം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചിട്ടുണ്ട്. 3, ക്രിസ്തീയ സ്നാനം. ക്രിസ്തീയ സ്നാനം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും തീർന്നില്ല, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന യേശുവിൻ്റെ കൽപ്പന പ്രകാരമുള്ള സ്നാനം. മോനെ, മുങ്ങിയേച്ചു പൊയ്ക്കോ, തോന്നിയ പോലെ ജീവിച്ചാൻ പറയുന്നതല്ല. അത് ക്രിസ്തീയ സ്നാനം അല്ല, അത് വെറും കളിപ്പീര. യേശുക്രിസ്തുവിൻ്റെ സകല കൽപ്പനകളും അതുപോലെ പാലിച്ച് ചെയ്യുവാൻ ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനത്തിൻ്റെ പുറത്ത് ആ വ്യക്തിയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിൽ മുക്കിയെടുക്കുന്നതിനെയാണ് ക്രിസ്തീയ സ്നാനം എന്ന് വിളിക്കുന്നത്. 2, അടുത്തത് ജ്ഞാനസ്നാനം. ജ്ഞാനസ്നാനം എന്നൊരു പദം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അതുതന്നെയാണ് ക്രിസ്തീയ സ്നാനവും. ജ്ഞാനസ്നാനം എന്നതിനെ വിളിക്കും. അടുത്തത് ശിഷ്യസ്നാനം. അതിന് വേദപുസ്തകത്തിൽ യാതൊരു കൽപ്പനയുമില്ല, ഒരു പ്രാക്ടീസ്, സഭകളിൽ നടക്കുന്ന ഒരു പ്രാക്ടീസാണ് കൊച്ചു കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്ന ശിശുസ്നാനം. ഇനി ഒരു തമാശ പിടിച്ച സ്നാനമുണ്ട്, ജ്ഞാനസ്നാനം എന്ന പേരിൽ നടത്തുന്ന ശിശുസ്നാനം.
കൊച്ചു കുഞ്ഞിനെ പള്ളിയിലോട്ട് കൊണ്ടുപോയി ഇവിടെ ജ്ഞാനസ്നാനത്തിനുണ്ട്. ജ്ഞാനസ്നാനം ഈ കൊച്ചിന് ജ്ഞാനം, പൂച്ചക്കുഞ്ഞിൻ്റെ ജ്ഞാനമേ ഉള്ളൂ, അതിനതി കവിഞ്ഞൊന്നുമില്ല. ഇതിനെ കൊണ്ട് ജ്ഞാനസ്നാനപ്പെടുത്താനോ? അതെങ്ങനെയാണ് ഒക്കുന്നത്? നമ്മുടെ ചർച്ചിൽ പണ്ടൊരിക്കൽ വന്നിരുന്ന ഒരു സഹോദരൻ, ഇന്ന് അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു, എന്നോട് പറഞ്ഞത്, എനിക്ക് ഒന്നുകൂടെ സ്നാനപ്പെടണം. ഞാൻ പണ്ടൊന്നും സ്നാനപ്പെട്ടതാ. എനിക്ക് പിന്നെന്തിനാ സ്നാനപ്പെടുന്നത്? എൻ്റെ പാസ്റ്റർ ഏത് പൊരുന്നക്കോഴിയെ കൊണ്ട് വെള്ളത്തിൽ മുക്കുന്ന പോലെ എഴുന്നേക്കട പാടാന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ വിളിച്ചുകൊണ്ട് പോയി, കുടുംബമായി ഞങ്ങളെല്ലാം കൂടെ പോയി പൊരുന്നക്കോഴിയെ വെള്ളത്തിൽ മുക്കുന്ന പോലെ മുങ്ങിപ്പോങ്ങി. ഇത് എന്തിനാന്ന് ഏതാന്ന് ഒരു പിടിയുമില്ല. ജ്ഞാനമില്ലാതെ സ്നാനപ്പെടുത്തുന്ന പലതുമുണ്ട്. അതിൻ്റെ കാര്യമല്ല ഞങ്ങൾ പറഞ്ഞത്. ജ്ഞാനസ്നാനം. അടുത്തത് യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനം. ഇതായിരിക്കും നമ്മൾ കൂടുതൽ ഇന്ന് വിശദീകരിക്കുന്നത്. ആ ഭാഗത്തേക്ക് നമ്മൾ പോകും. 2-ാമത്തെ അധ്യായത്തിൽ സ്നാനം, അതിൻ്റെ പിൻപിലുള്ള അതോറിറ്റി എന്ത്? ഇറ്റ് ഇസ് ഓതറൈസ്ഡ് ആൻഡ് ഇറ്റ് ഇസ് എ മസ്റ്റ്. സ്നാനം ഒരു നിർബന്ധമാണ്, അത് ദൈവം അംഗീകരിച്ചതാണ് എന്നൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഓതറൈസ്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥത്തിലേക്ക് ഞാനൊരു അല്പം കൂടെ പോകാം. നമ്മുടെ ഈ അടുത്ത റോഡ് ഇവിടെ ഈ ഇലക്ട്രിക്കൽ ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. 2 വയർ എടുത്ത് അതേ കണക്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ കറണ്ട് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. സാധാരണക്കാരനെല്ലാം അറിയാം, പക്ഷെ ആരും ചെയ്യാറില്ല. ചെയ്താലും പിന്നെ കുറേ കാലം ജയിലിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ്. കാരണം അതിൻ്റെ പുറകിൽ ഒരു അധികാരമില്ല. അധികാരപ്പെട്ട ഒരാൾ അധികാരപ്പെടുത്തിയെങ്കിൽ മാത്രമേ കറണ്ട് എടുക്കാൻ ഒക്കത്തുള്ളൂ. അധികാരപ്പെട്ട ഒരാൾ അധികാരപ്പെടുത്തിയെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ ഒക്കത്തുള്ളൂ. സ്നാനത്തിൻ്റെ പുറകിൽ ഒരാധികാരികത ഉണ്ടോ? വാട്ട് ഈസ് ദി അതോറിറ്റി ഓഫ് ബാപ്റ്റിസം? സ്നാനത്തിൻ്റെ 7 അധികാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഒത്തിരി നീണ്ട ക്ലാസ്സാണ് കേട്ടോ. സ്നാനത്തിൻ്റെ 7 അധികാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. 1, പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടതാണ് ക്രിസ്തീയ സ്നാനം. സ്നാനം ഇൻ ജനറൽ പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടതാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ 6-ാമത്തെ വാക്യത്തിൽ ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. യോഹന്നാനെ അയച്ചത് ആരാണ്? പിതാവായ ദൈവമാണ്. 1-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ പറയുന്നത്, വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ പദങ്ങൾ പറയട്ടെ. 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. യോഹന്നാനെ അയച്ചത് ആരാണ്, എന്തിനാണ് എന്ന് യോഹന്നാൻ പറഞ്ഞു. വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞത്. എങ്കിൽ വെള്ളത്തിലെ സ്നാനം പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടതത്രേ. വേണ്ടെന്നൊരുത്തം പറഞ്ഞതിൻ്റെ അർത്ഥമില്ല. അങ്ങനെ അല്ലെന്നൊരുത്തം പറഞ്ഞാൽ മിണ്ടാതെ പോകുന്നതായിരിക്കും മറുപടി. പിതാവായ ദൈവത്തേക്കാൾ വലിയതായി വേറെ ആരുമില്ല. അതുകൊണ്ട് പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടതാണ്. 2, ബാപ്റ്റിസം ഈസ് കമാൻഡഡ് ബൈ ജീസസ്. യേശു പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാതെ സ്നാനപ്പെട്ടവൻ്റെ ചരിത്രം അല്ല ഞാൻ പറഞ്ഞത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടും. അപ്പനും അമ്മയും പെന്തിക്കോസിലായതുകൊണ്ട് മക്കൾ സ്നാനപ്പെട്ടില്ലെങ്കിൽ കല്യാണം നടക്കത്തില്ല. മക്കൾ സ്നാനപ്പെട്ടില്ലെങ്കിൽ പള്ളി കയറ്റുകയില്ല. മക്കൾ സ്നാനപ്പെട്ടില്ലെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് കമ്മ്യൂണിറ്റി അപ്രൂവലിന് വേണ്ടി സ്നാനപ്പെടുന്ന ചരിത്രം അല്ല പറഞ്ഞത്. വിശ്വസിച്ച ശേഷം ഞാനൊരു പാപിയാണെന്നും എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചത് യേശു മാത്രമാണെന്നും എൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നുവെന്നുള്ള തീരുമാനത്തോടെ യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്നതാണ് വിശ്വസിച്ച സ്നാനം. 3, ഇൻക്ലൂഡഡ് ഇൻ ഹിസ് ലാസ്റ്റ് കമാൻഡ്മെൻറ്റ്. യേശുവിൻ്റെ അന്ത്യകൽപ്പനയിൽ യേശു സ്നാനം ഉൾപ്പെടുത്തി. മർക്കോസിൻ്റെ സുവിശേഷം 16:16 സ്നാനപ്പെടണമെന്ന് യേശു പറഞ്ഞെങ്കിലും നിർത്തിയില്ല. തൻ്റെ അന്ത്യകൽപ്പനയിൽ നമുക്കറിയാം, ഒരു വ്യക്തി മരിക്കുന്ന സമയം അവസാനം പറയുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ നമ്മളത് മുഴുവലേക്ക് എടുക്കും. ഒരു വ്യക്തി ഒരു സ്ഥലം വിട്ടു പോകുമ്പോൾ ഒടുവിലായി പറയുന്ന വാക്കിന് അർത്ഥമുണ്ടെങ്കിൽ പറയാന് എത്രയും പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇപ്രാവശ്യത്തെ എൻ്റെ യാത്രയിൽ ആരോഗ്യനിലയൊക്കെ തീരെ മോശമായിരുന്നതുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഇൻഷുറൻസ് എടുത്തുകൊണ്ട് അമേരിക്കൻ യാത്ര ചെയ്യുന്ന ഇപ്രാവശ്യം. ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല, 35 ട്രിപ്പുകൾ ഇതിനു മുമ്പേ പോയിട്ടുണ്ട്. 35 ട്രിപ്പിലും ഞാൻ ഇൻഷുറൻസ് എടുത്തിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ ആരോഗ്യസ്ഥിതി തീരെ മോശമായതുകൊണ്ട് ഇൻഷുറൻസ് എടുക്കാൻ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പേ സുനിലിനോട് ഞാൻ പറഞ്ഞു, മോനെ ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഞാൻ ചെന്നിടത്തും എൻ്റെ കാര്യങ്ങൾ നോക്കുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. കാര്യം എന്തെങ്കിലും ഒരു അർജൻസി വരികയാണെങ്കിൽ. സുനിൽ എന്തെല്ലാം മറന്നാലും ഈ യാത്രയിൽ ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് മറക്കത്തില്ല. കാര്യം പോകാൻ നേരം പറഞ്ഞു പോയതാണ്.
ഒരു വ്യക്തി മരിക്കാൻ നേരം പറയുന്ന വാക്കിന് കൂടുതൽ വിലയുണ്ട്. ഇതുപോലെ യേശുവിൻ്റെ അന്ത്യകൽപ്പനയിൽ, അതിനെ ഗ്രേറ്റ് കമ്മീഷൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട് സ്നാനപ്പെടുത്തിക്കോണം. സ്നാനത്തിൻ്റെ മൂന്നാമത്തെ ആധികാരികതയാണ് യേശുവിൻ്റെ അന്ത്യകൽപ്പന. 4, അപ്പസ്തോലന്മാരുടെ ഉപദേശമായിരുന്നു സ്നാനം. അപ്പസ്തോല പ്രവർത്തനം 2:38 അവരോട്, നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിന. യേശുവിൻ്റെ നാമം എന്നിടത്ത് നമ്മൾ വീണ്ടും വന്ന് കാര്യമായി വിശദീകരിക്കും. 10:48 പത്രോസ് അവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പി കൊടുക്കുവാൻ കൽപ്പിച്ചു. അങ്ങനെ അപ്പസ്തോലിക കൽപ്പനയാണ് സ്നാനം. 5, ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാണ് സ്നാനം. അപ്പോസ്തല പ്രവർത്തനം 2:38 നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തരും യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. ഞാൻ പറഞ്ഞ നാമം എന്നുള്ളത് വളരെ വിശദീകരിക്കും, അത് ഞാൻ എടുത്തോളാം. 10:48 പത്രോസ് അവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ചു. 2 പ്രാവശ്യമാണ് കൽപ്പന. 5, ഇറ്റ് ഇസ് ദ ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻ ഓഫ് ദ ചർച്ച്. ഇറ്റ് ഇസ് ദ ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻ. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ ശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ബോർഡ് ചെറുതായതുകൊണ്ട് എനിക്ക് വലിയ അക്ഷരമാണ് എല്ലാവർക്കും നല്ലത്, എനിക്ക് വളരെ നല്ലത്, അതുകൊണ്ട് ഞാൻ വലുപ്പത്തിൽ എഴുതിയിരിക്കുക. ആരും ഇത് മിസ്സാക്കരുത്. അടിസ്ഥാന ഉപദേശങ്ങളിൽ പലതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് എടുത്തു പറയുമ്പോൾ സ്നാനം ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി. ആകയാൽ സ്നാനം ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശമാണ്. 7, ഇറ്റ്സ് എ it is a practice of the church. It is the practice of the church. 7, ഞാൻ ഇതിനെ റെക്കമെൻഡ് ചെയ്യുന്നു. ഈ പരിശുദ്ധാത്മാവ് ഒരിക്കൽ റെക്കമെൻഡ് ചെയ്ത കാര്യമായി ഇത് മറക്കരുത്. ശൗലിൻ്റെ മുമ്പിൽ ഒരു ദൈവ പ്രത്യക്ഷത ഉണ്ടായി. പാപം ചെയ്ത് നടക്കുന്ന കൂട്ടത്തിൽ ഇങ്ങോട്ട് വന്നതല്ല, യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത. നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിയുന്ന പ്രകാശം തന്നെ ചുറ്റുമടിച്ച് നേരിട്ട് ദൈവം അദ്ദേഹത്തോട് സംസാരിച്ച് ശൗലേ ശൗലേ എന്ന പേര് വിളിച്ച് നേരിട്ട് സംസാരിച്ചവൻ. നീ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ആലോചന വാങ്ങിയവൻ. നീ എഴുന്നേറ്റ് നേർവീഥി എന്ന തെരുവിൽ പോകുക എന്ന് പറഞ്ഞ അഡ്രസ് പ്രവാചകന്മാർക്ക് കൈമാറിയ കേസ്. ആ പുള്ളിക്കാരനോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ പാപം ഏറ്റുപറഞ്ഞ് അവൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ 2-ാം അധ്യായം ഞാൻ നിർത്തട്ടെ. പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ട, പുത്രനാൽ കൽപ്പിക്കപ്പെട്ട, പുത്രൻ്റെ അന്ത്യകൽപ്പനയായിരുന്ന, അപ്പസ്തോലിക കൽപ്പനയായിരുന്ന, ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശമായിരുന്ന, പരിശുദ്ധാത്മാവിൻ്റെ റെക്കമെൻഡേഷൻസ് ആയിരുന്ന, ദൈവസഭയുടെ പ്രാക്ടീസ് ആയിരുന്ന 7 അധികാരങ്ങൾ ഞാൻ സ്നാനത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞു. യെസ്, ബാപ്റ്റിസം ഈസ് ഫുള്ളി ഓതറൈസ്ഡ് ആൻഡ് എ മസ്റ്റ്. ഈവൻ ജീസസ് വാസ് ബാപ്റ്റൈസ്ഡ് ആൻഡ് he got baptized and he baptized others. ഇത് ചുരുക്കം ചിലർ മാത്രമേ ഇതൊക്കെ ശ്രദ്ധിച്ച് വായിക്കാറുള്ളൂ. യേശു സ്വയം സ്നാനപ്പെട്ടത് നമുക്കെല്ലാം അറിയാം. പക്ഷെ യേശു തൻ്റെ ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തി എന്നാരെങ്കിലും കേട്ടിട്ട്? യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ബൈബിൾ തുറന്നു വെച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവിടെയോട്ട് ഒരു ആരോ ഇട്ടേച്ച് 4-ാം അധ്യായം 1-2 വാക്യം ഒന്നും കൂടെ ഒന്ന് എഴുതിയേക്കണം. കാര്യം തമ്മിൽ ഘടകവിരുദ്ധമായ ചില ആശയങ്ങളുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യവും 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യവും വായിച്ചാൽ ഘടകവിരുദ്ധമെന്ന് തോന്നാവുന്ന ചില കാര്യങ്ങളുണ്ട്. യോഹന്നാൻ 3:22 യേശു സ്നാനപ്പെടുത്തി തൻ ശിഷ്യന്മാരെ ചേർത്ത് അവരെ സ്നാനപ്പെടുത്തി. എന്തിനാന്ന് പറയാം. പണ്ട് ഇവരെല്ലാം യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു. അറിയാമോ? യേശുവിൻ്റെ അടുക്കൽ വന്ന പല ശിഷ്യന്മാരും പണ്ട് യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു. എല്ലാവരും അല്ല, പലരും. അവരെ യേശു റീബാപ്റ്റൈസ് ചെയ്തു. കാര്യം എവിടെയെങ്കിലും ഒരു മാതൃകാ ദോഷം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഞാൻ കറക്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ, ഞാൻ നിങ്ങളുടെ ഗുരുവാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്ന. ഇത് പറയുമ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ബഥേൽ ചർച്ചിൽ ദൈവം എനിക്ക് തന്ന കൃപയ്ക്കൊത്തവണ്ണം ആരംഭത്തിങ്കൽ സ്നാനപ്പെടുത്തുവാൻ വേണ്ടി ട്രെയിൻ ചെയ്ത സഹോദരന്മാരിൽ ചിലരെ എൻ്റെ കൂടെ ഞാൻ വെള്ളത്തിൽ ഇറക്കി. ഒരാളിനെ സ്നാനപ്പെടുത്തുമ്പോൾ ഈ ആളിനെ കൂടെ നിർത്തി കാണിച്ചു. എന്നിട്ട് 2-ാമത്തെ ആളിനെ അദ്ദേഹത്തെ കൊണ്ട് സ്നാനപ്പെടുത്തി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 2-ാമത്തെ ആളിനെ എൻ്റെ കൂടെ ഇറങ്ങിയ 2-ാമത്തെ ആളിനെ കൊണ്ട്, പേര് ഓർക്കഞ്ഞിട്ടല്ല, പേര് പറയുന്നില്ല, അത്രേ ഉള്ളൂ. അദ്ദേഹത്തോട് പറഞ്ഞത് ഈ ആളിനെ സ്നാനപ്പെടുത്തിക്കാട്ടെന്ന് പറഞ്ഞു. അങ്ങനെ സ്നാനപ്പെടുത്തിയപ്പോൾ മുഴുവൻ മുങ്ങിയില്ല. ഞാൻ പറഞ്ഞു ശരിയായില്ല, മുഴുവൻ മുങ്ങിയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ 2ാമത് പറഞ്ഞു ഒന്നുകൂടെ സ്നാനപ്പെടുത്താൻ പറഞ്ഞു. മുഴുവൻ മുങ്ങാതെ വന്നതുകൊണ്ട് 2ാമത്തെ പ്രാവശ്യം സ്നാനപ്പെടുത്തിയപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് അങ്ങ് നിർത്തി. പരിശുദ്ധാത്മാവിൻ്റെ നാമം വിട്ടുപോയി. പറഞ്ഞു, മോനെ 2ഉം തെറ്റിയടാ, ഇനി ഞാൻ സ്നാനപ്പെടുത്താം.
അതേ ആളിനെ ഞാൻ മൂന്നാമത് സ്നാനപ്പെടുത്തി, അത് ശരിയായി. അടുത്തയാളിനെ വിളിച്ചു, ഇതുപോലെ 1-2 പെറ്റികൾ വന്നു. പക്ഷെ 3-4 പേരെ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ കൂടെ നിന്നയാളിന് മനസ്സിലായി യേശു തൻ്റെ ശിഷ്യന്മാരുമായി യോർദാനിൽ വന്നു, അവരോട് കൂടെ പാർത്തു, അവരെ സ്നാനപ്പെടുത്തി എന്ന് യോഹന്നാൻ 3:22 പറയുന്നു. എന്നാൽ 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ യേശു അല്ല, ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനപ്പെടുത്തിയില്ല താനും എന്നൊരു പദമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. ആ വാക്യം ഇങ്ങനെയാണ്: യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാരറിഞ്ഞപ്പോൾ. ഇതിന് എത്ര ദിവസം എടുത്തെന്ന് ആർക്കറിയാം? ഞാൻ ഒരാളിനെ സ്നാനപ്പെടുത്തി, യേശു ഒരാളിനെ സ്നാനപ്പെടുത്തി, അവൻ അടുത്തവനോട് പറഞ്ഞു, അടുത്തവനോട് പറഞ്ഞു, അടുത്തവനോട് പറഞ്ഞു, അതിൻ്റെ അടുത്തവനോട് പറഞ്ഞു. അങ്ങനെ അങ്ങ് പരീശൻ്റെ അടുക്കൽ വിവരം ചെല്ലുമ്പോഴത്തേക്ക് മണിക്കൂറുകളോ ദിവസങ്ങളോ കഴിഞ്ഞു. ഇതിനോടകം 12 വരെ യേശു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. യേശു കരയ്ക്ക് കയറി, യേശുവിൻ്റെ സാന്നിധ്യത്തിൽ സ്നാനങ്ങൾ തുടർന്നു. ഈ വിവരം പരീശന്മാരുടെ അടുക്കൽ എത്തി എന്ന് യേശു അറിഞ്ഞപ്പോൾ അപ്പോഴേശു സ്നാനം നിർത്തി. അതുവരെ യേശു തന്നെ സ്നാനപ്പെടുത്തി. ഇറ്റ്സ് എ മസ്റ്റ്. 3-ാമത്തെ ചാപ്റ്റർ, സ്നാനം എന്തിനു വേണ്ടി? വാട്ട് ഈസ് ബാപ്റ്റിസം? സ്നാനം എന്നാൽ എന്താണ്? ഞാൻ ചടക്കം ചാടിയേ പറ്റുള്ളൂ. മത്തായിയുടെ സുവിശേഷം 3:15 ഇറ്റ് ഈസ് എ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. പ്രവർത്തിച്ച് സാധിക്കേണ്ട നീതിയാണ് സ്നാനം. 2, ഇറ്റ് ഈസ് എ ജസ്റ്റിഫിക്കേഷൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 7:29 പരീശന്മാരും ന്യായശാസ്ത്രികളും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന എന്നാൽ ജനമൊക്കെയും ചുങ്കക്കാരും കേട്ടിട്ട് യോഹന്നാൻ്റെ സ്നാനമേറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു. അവിടെ ജസ്റ്റിഫിക്കേഷൻ എന്ന പദമുണ്ട്. റൈച്ചസ്നെസ്സും ജസ്റ്റിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം പറയാം. റൈച്ചസ്നെസ് എന്ന് പറയുന്നത് പ്രവർത്തിച്ച് സാധിക്കുന്ന നീതിയാണ്, പ്രവർത്തിച്ച് സാധിക്കുന്ന നീതിയാണ്. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന നീതിയാണ്. സ്നാനം ദൈവത്തിൻ്റെ റൈച്ചസ്നെസ്സാണ്, ഞാൻ ചെയ്തേ തീരൂ. 2, ദൈവത്തിൻ്റെ ജസ്റ്റിഫിക്കേഷനാണ്, എന്നെ നീതിമാൻ എന്ന് കണക്കാക്കേണ്ടതിന് ദൈവം എടുക്കുന്ന മെത്തേഡാണ് ജസ്റ്റിഫിക്കേഷൻ. ഞാൻ ഒരാളിന് 1000 രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ ബാങ്ക് മാനേജരെയും വിളിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്, ഇദ്ദേഹത്തോടും പറഞ്ഞു ബാങ്കിൽ പോയി എടുത്തോളാൻ. പക്ഷെങ്കിൽ കയ്യിൽ ഒരു ചെക്ക് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ആ കൊടുത്ത ദാനം ചെയ്ത കടമയെ റൈച്ചസ്നെസ് എന്നും എഴുതി കൊടുക്കുന്ന ചെക്കിനെ ജസ്റ്റിഫിക്കേഷൻ എന്നും വിളിക്കും. എനിക്കൊന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു. വേറെ ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്. 3, ബാപ്റ്റിസം ഈസ് എ ഗോഡ്ലി കൗൺസിൽ. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രികളും 7:30 അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന കൗൺസിൽ വൃഥാവാക്കി കളഞ്ഞു. 4, ഇറ്റ് ഈസ് എ പ്രയർ അണ്ടു ഗോഡ്. ദൈവത്തോടുള്ള ഒരു അപേക്ഷയായിട്ടാണ്. ഗ്രീക്കിൽ എന്ന് പറയുമ്പോൾ ബാപ്റ്റിസം ഈസ് എൻ ആൻസർ ഓഫ് യുവർ എൻക്വയറി. ഗ്രീക്കിൽ എഴുതിയിരിക്കുമ്പോൾ ഇറ്റ്സ് എൻ ആൻസർ ഓഫ് യുവർ എൻക്വയറി. കർത്താവേ, ഞാൻ എന്തോ വേണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടിയാണ് പോയി സ്നാനപ്പെടുക. സ്നാനം എന്നുള്ളത് ക്രിസ്തീയ സ്നാനമാണ്, എല്ലാ പ്രമാണങ്ങളും പാലിച്ചുകൊണ്ട്. 5, ബാപ്റ്റിസം ഈസ് എ ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻ. നമ്മൾ നേരത്തെ തന്നെ ചിന്തിച്ചു കഴിഞ്ഞു. ഇനിയും എന്തിനു വേണ്ടിയാണ് സ്നാനപ്പെടുന്നത്? സ്നാനത്തിൻ്റെ പർപ്പസ് എന്ത്? ഞാൻ പറഞ്ഞാൽ ഇത്രയും ഒന്ന് വിശദമായിട്ട് എടുക്കാൻ ഒരു പ്രാവശ്യം കൂടി ഇത് ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്നത് കൊണ്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക. 1, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ വേണ്ടിയാണ് സ്നാനപ്പെടുന്നത്. റോമലേഖനം 6-ാം അധ്യായം അത് പറഞ്ഞു. 2, മരണത്തിൽ പങ്കാളികളാകുവാനാണ് സ്നാനപ്പെടുന്നത്. ഇനിയുണ്ട് ഉദ്ദേശങ്ങൾ, ഇനിയുമുണ്ട്. നമ്മൾ യേശു ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനപ്പെടുന്നത്, യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ. റോമലേഖനം 6-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. അതിനകത്ത് 3-ാമത്തെ വാക്യത്തിൽ, അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്തിനാണ് സ്നാനപ്പെടുന്നത്? ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ. ഞാനിത് ഇച്ചിരൂടെ വിശദീകരിച്ചോളാം. ഏതെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ യേശു ക്രിസ്തുവിനോട് ചേരുന്നത്? റോമലേഖനം 6:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വരുമ്പോൾ, 1, മരണത്തിൽ പങ്കാളിത്വം. 2, അടക്കത്തിൽ പങ്കാളിത്വം. 3, പുനരുത്ഥാനത്തിൽ പങ്കാളിത്വം. 4, ജീവന്റെ പുതുക്കത്തിലെ നടപ്പിൽ പങ്കാളിത്വം. ഇവിടെയാണ് ഒരുപാട് പേർക്ക് തകരാറ് പറ്റിയത്. സ്നാനപ്പെട്ടേച്ച് പഴയ വഴിയിൽ തോന്നിയതുപോലെ ലോകത്തോടുകൂടെ നടക്കുന്നത് സ്നാനമെന്നല്ല വിളിക്കുന്നത്, അതിനെ വേണ്ടാധീനമെന്നാണ് വിളിക്കുന്നത്. ജീവന്റെ പുതുക്കത്തിലെ നടപ്പ്. 5, ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലെ വാസം.
6, വരുവാനുള്ള ഉയർപ്പിൽ പങ്കാളിത്തത്തിൻ്റെ ഉറപ്പ്. ഇത് എല്ലാം നമുക്കുണ്ടായിരിക്കണം. ഇതിനു വേണ്ടി നാം ക്രിസ്തുവുമായി ഏകീകരിക്കപ്പെടുന്ന ശുശ്രൂഷയാണ് സ്നാനം. എനിക്കൊന്ന് ഏറ്റവും പ്രധാനമായി സഭ അറിയേണ്ട ഒരു കാര്യം ഇതാ. സ്നാനക്കടവിങ്കിലേക്ക് ഞാൻ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ എൻ്റെ സ്നാനപ്പെടാൻ പോവുകയാണ്, അല്ലെ എന്നെ സ്നാനപ്പെടുത്താൻ ഒരാളുണ്ട്. ഞാൻ ഈ സ്നാനക്കടവിൽ വന്ന് നിൽക്കുക. എന്നെ നിരൂപിക്കുന്ന ആളുകൾ, പള്ളു പറയുന്ന ആളുകൾ, പണിയില്ലാത്ത ഒത്തിരി പേര് ഇപ്പം യൂട്യൂബ് റേറ്റിങ്ങിന് വേണ്ടി മാത്രം മെനക്കെടുന്നവരുണ്ട്. വേറെ ചിലർ ആരെങ്കിലും കഴമ്പായ ഒരാളിനെ വിമർശിക്കുമെങ്കിൽ അതുകൊണ്ട് ആളുകളുടെ ശ്രദ്ധ പിടിക്കാൻ ചെയ്യുന്നവരുണ്ട്. ബഥേലിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ 4 പേര് ആറി അതുകൊണ്ട് യൂട്യൂബിൽ 4 കിട്ടുകയും ചെയ്യും. പിള്ളേരെ പഠിപ്പിക്കാൻ കാശുണ്ടാവും, വൈകിട്ടത്തെ അത്താഴത്തിന് എന്തെങ്കിലും കിട്ടും. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളാൽ പരസ്യം കൊടുക്കുന്നവരുണ്ട്. അതിലൊരുത്തനും കൂടെ ഉണ്ട്. ഞാനിപ്പോൾ സ്നാനപ്പെടാൻ അങ്ങോട്ട് ഇറങ്ങുന്ന ഉടനെ അവൻ പറഞ്ഞെന്നിരിക്കട്ടെ, ഇറങ്ങുന്നടാ ഉണക്ക പാവി, കുതിരാൻ വേണ്ടി ഇറങ്ങുക, തിരിച്ചു കയറി വരുമ്പോൾ കുതിർന്ന പാവിയായിരിക്കും. ഇവൻ ഉണക്ക പാവിയാണ്. പാവയ്ക്ക മുക്കുന്ന പോലെ ഉള്ളടാ, നിന്നെ ഒന്ന് മുക്കിയാൽ നിന്റെ ഒന്നും രുചി മാറത്തില്ല. ഇതൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് നടന്നിറങ്ങുമ്പോൾ പിതാവായ ദൈവം ഒരു സാക്ഷ്യം പറയും. എന്നാന്നറിയാമോ? എൻ്റെ പുത്രനോടുകൂടെ പാപസംബന്ധമായി മരിച്ച ഒരുവൻ എൻ്റെ പുത്രനോടുകൂടെ അടക്കപ്പെടുവാൻ തേണ്ടടാ ഇറങ്ങി വരുന്നു. ഞാൻ മുങ്ങിയേച്ചു പൊങ്ങുമ്പോൾ പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്നൊരു സാക്ഷി പറയും, എൻ്റെ പുത്രനെ ഞാൻ ഉയർപ്പിച്ചതുപോലെ ഒരുവനും കൂടെ എൻ്റെ പുത്രനോടുകൂടെ ഉയർത്തും. ഞാൻ വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ ലോകം പറയും, വാടാ എഴുതിയേക്കാം, കാണിപ്പിച്ചേക്കാം, പലതും പറയും. എൻ്റെ കർത്താവ് പറയും, മോനെ നീ കേൾക്കണ്ട, എൻ്റെ കൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനെന്നാ കയറുന്നത്. ബെഥലൈറ്റ്സ് എല്ലാവരും ദയവായി ശ്രദ്ധിച്ചോണേ. എറൗണ്ട് ദ ഗ്ലോബ് ബെഥലൈറ്റ്സ് ഒന്ന് ശ്രദ്ധിച്ചോണേ. തിരിച്ചു കയറുന്നത് പഴയ വഴി നടക്കാനല്ല, തിരിച്ചു കയറുന്നത് പഴയ മര്യാദകൾ അനുസരിക്കേണ്ടതിനല്ല, യേശുവിൻ്റെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാ. അതൊന്ന് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്, ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിൽ തുടരേണ്ടതിന്, എങ്കിൽ വരുവാനുള്ള ഉയർത്തെഴുന്നേൽപ്പിൽ ഞങ്ങൾ ഭാഗവാക്കുകളാകും. അതുകൊണ്ട് ക്രിസ്തുവിനോട് ഏകീകരിക്കപ്പെടുക. ഈ 11ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കൗണ്ട് യുവർസെൽഫ് ആസ് ഡെഡ് ആൻഡ് ലിവിങ്. ഡെഡ് അണ്ടു സിൻ ആൻഡ് ലിവിങ് അണ്ടു ക്രൈസ്റ്റ്. കൗണ്ട് യുവർസെൽഫ് ആസ് ഡെഡ് വിത്ത് ക്രൈസ്റ്റ്. എന്നെ സിനിമ കാണാൻ ഒരാൾ വിളിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ അനാവശ്യ പദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ലോകത്തിൻ്റെ താടിമോടയിൽ ജീവിക്കാൻ എന്നെ വിളിച്ചാൽ ഞാൻ ഇമ്മീഡിയറ്റ്ലി പറയും, വർഗീസ് ചത്തതാ, വരത്തില്ല. ലോകത്തിന് മരിച്ചവനാ, പാപത്തിന് മരിച്ചവനാ. ചീത്ത വിളിക്കാൻ വിളിച്ചാൽ ലോകത്തിന് മരിച്ചവനാ. വഴക്കിടാൻ വിളിച്ചാൽ ലോകത്തിന് മരിച്ചവനാ. ഭാര്യയെ തല്ലാൻ വിളിച്ചാൽ ലോകത്തിന് മരിച്ചവനാ. ഞാൻ ചെയ്യത്തില്ല. പക്ഷെ മീറ്റിങ്ങിന് പോകാൻ ഒരാൾ വിളിച്ചാൽ ഞാൻ ക്രിസ്തുവിന് ജീവിക്കുന്നവനാ. തന്നെത്താൻ ജീവിക്കുന്നവനെന്നും പാപത്തിന് മരിച്ചവനെന്നും എണ്ണുന്ന ഒരു ജീവിതം കൊണ്ട് മാത്രമേ ഇത് പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. ഇത് നമുക്കുണ്ടാകട്ടെ. അടുത്തത്, വാട്ട് ഇസ് ദ പർപ്പസ്? എന്തിനു വേണ്ടി? ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെങ്കിലും ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഗലാത്യലേഖനം 3:27 യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. മനസ്സിലായോ? നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഞാനിവിടെ നിൽക്കുന്ന സമയം നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ അണ്ടർ ഗാർമെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു ബെന്നിൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ബെന്നിൻ നിങ്ങൾക്ക് ആർക്കും കാണത്തില്ല. കാര്യം അതിൻ്റെ പുറത്ത് വേറൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. എൻ്റെ ജഡവും പിശാചും എല്ലാം അകത്തിരിക്കുമ്പോൾ തന്നെ അതിനെ മരിപ്പിച്ചേച്ച് അതിൻ്റെ പുറമെ ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം ധരിക്കുന്നതിനെയാണ് സ്നാനം കൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലാകും? സ്നാനം എന്തിനു വേണ്ടിയാണ്? 1, യേശുവിനോട് ചേരുവാൻ. 2, ക്രിസ്തുവിനെ ധരിക്കുവാൻ സ്നാനപ്പെടുന്നു. മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനപ്പെടുന്നതിനൊരു നല്ല ഉദാഹരണം 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ, സഹോദരന്മാരെ, നിങ്ങളുടെ പിതാക്കന്മാരെ എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ആ പദം ഒന്ന് ശ്രദ്ധിച്ചോണേ. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ഈ ചരിത്രം അറിയാവുന്ന നമുക്കറിയാം,
പണ്ടൊരിക്കൽ ഈ പിതാക്കന്മാരെല്ലാം കൂടെ മിസ്രൈമിൽ താമസിക്കുമ്പോൾ മോശെ അവരുടെ കൂടെ മിസ്രൈമിൽ ചെന്നു. അവരുടെ കൂടെ താമസിച്ചു, അവരുടെ കൂടെ തിന്നു, അവരുടെ കൂടെ കുടിച്ചു, അവരോട് സംസാരിച്ചു, അവരുടെ പ്രതിനിധികളുമായി രാജകൊട്ടാരത്തിലെത്തി, അവരുടെ കൂടെ പെസഹ ആചരിച്ചു, അവരുടെ കൂടെ ചോരത്തെളി ആചരിച്ചു, അവരുടെ കൂടെ ഇറങ്ങി, അവരുടെ കൂടെ നടന്നു, ചെങ്കടലിൽ ഒരുമിച്ച് ഇറങ്ങി. ചെങ്കടൽ കടന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറയാണ്, ഇപ്പോഴവർ മോശയോട് ചേർന്നു. അപ്പൊ പിന്നെ ഇതുവരെ ആരുടെ കൂടെ ആയിരുന്നു? അവനെ കൂടെ നടന്നതൊക്കെ വേറെ കാര്യം. ചേർന്നതായി ദൈവം അംഗീകരിച്ചത് ചെങ്കടൽ കടന്നപ്പോഴാണ്. ഓൻ സ്നാനപ്പെട്ടതല്ലെന്നേ ഉള്ളു കേട്ടോ. ഭയങ്കര പാട്ടാ, പ്രാർത്ഥനയാ, എന്നെ പക്തിയാന്നറിയാം. ആർക്ക് വേണം അവിടെ? ഇതിനെ ദൈവം അംഗീകരിക്കുന്നത് യേശുവിനോട് ചേരുമ്പോഴാണ്. മുങ്ങി എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, വ്യവസ്ഥയിൽ സ്നാനപ്പെട്ട ചരിത്രമാണ് ഞാൻ പറയുന്നത്, മുങ്ങിയ ചരിത്രം അല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ യേശുവിനോട് ചേരുവാൻ, യേശുവിനെ ധരിക്കുവാൻ. ഇനിയും ഇൻ വാട്ട് നെയിം, ഇവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ വിശദീകരിക്കാമെന്ന് പറഞ്ഞ ഭാഗം ടെക്നിക്കലി വിശദീകരിക്കാൻ പോകുന്നത്, അർത്ഥഗൗരവമായി വിശദീകരിക്കാൻ പോകുന്നത്. ഏത് പേരിലാണ് സ്നാനപ്പെടേണ്ടത്? ഒന്ന്, എന്തായിരിക്കും സ്നാനത്തിൻ്റെ പുറകിലത്തെ അധികാരമെന്നറിയണം. യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാണ് സ്നാനത്തിൻ്റെ പുറകിലെ അധികാരം. യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാണ് സ്നാനത്തിൻ്റെ പിമ്പിലെ പ്രധാന അധികാരം. അതിനെ ഗ്രേറ്റ് കമ്മീഷൻ എന്നാണ് വിളിക്കുന്നത്. ഗ്രേറ്റ് കമ്മീഷനിൽ യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ഞാൻ നിങ്ങളെ നിയമിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. കഴിഞ്ഞ പ്രാവശ്യം വേർപാടെന്നുള്ള ഒരു ഉപദേശം സ്ഥാപിക്കേണ്ടതിന് വേണ്ടി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 37 മുതൽ 44 വരെയുള്ള വാക്യം വായിച്ച കൂട്ടത്തിൽ വാക്യം വായിച്ചങ്ങ് വിട്ടു, വിശദീകരിക്കാതെ വിട്ടു. അത് ആരാണ്ട് ഊരിയെടുത്തെന്നാ പറയുന്നത്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഊരുന്ന ഒത്തിരി എണ്ണമുണ്ട്. ഇവർക്ക് വരുന്ന ശിക്ഷാവിധി ഭയങ്കരമാണ്. അതും ആരും അറിയാതങ്ങ് പോയാൽ കുഴപ്പമില്ല, അത് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കാൻ കുറേ പോഷന്മാരുമുണ്ട്. കാര്യത്തിൻ്റെ അകത്തോട്ട് ഞാൻ പതുക്കെ ഇറങ്ങുകയാണ്. യേശു കൊടുത്ത കൽപ്പന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കേണ്ടതിനാണ്. ഇനി നാമം എന്ന വാക്കിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥം, ഞാൻ ഗൗരവത്തിലോട്ട് ഇറങ്ങുക. വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ ഒറിജിനൽ സ്ക്രിപ്റ്റുകൾ എഴുതിയിരിക്കുന്ന ഗ്രീക്കിലാണ്. ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത് ഒനോമ എന്ന വാക്കാണ്. യേശുക്രിസ്തുവിൻ്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നതിന് ഒനേമ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒനേമ എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം അതോറിറ്റി ആൻഡ് ക്യാരക്ടർ. നിങ്ങൾ സ്നാനപ്പെടുത്തുന്നത് പഴയ സ്വഭാവത്തിൽ നടക്കാനല്ല, എൻ്റെ ക്യാരക്ടറിലോട്ട് മാറാനാണ്. എനിക്കൊന്ന് ആ ഒരു പോർഷൻ ഞാൻ ബഥേലിൽ അധിക പ്രാവശ്യം എടുത്തിട്ടില്ല. തൊട്ടിട്ടുണ്ട്, അധിക പ്രാവശ്യം എടുത്തിട്ടില്ല. പണ്ട് ഗമ പറഞ്ഞ് നടക്കുമായിരുന്നു, ഇപ്പോഴും അങ്ങനെ നടക്കാനല്ല. പണ്ട് തോന്നിയതുപോലെ പോകുമായിരുന്നു, അങ്ങനെ പോകാനല്ല. ബാപ്റ്റൈസ് ദം ടു മൈ ക്യാരക്ടർ, എൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്ത്, ടു മൈ ക്യാരക്ടർ. ഈ ക്യാരക്ടർ എന്ന പദത്തിന് ഭയങ്കര അർത്ഥമാണ് കേട്ടോ, ഭയങ്കര അർത്ഥമാണ്. എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. ഏഴെന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. ഒന്ന് എന്തുവാ അക്ഷരമാലയിൽ ഇത്, മറ്റേത് അക്കത്തിലുമുള്ള. എന്നോ ബി എന്നോ സി എന്നോ പറയുന്നത് ഓരോ ക്യാരക്ടേഴ്സാണ്. ഇരുട്ടത്തായാലും വെളിച്ചത്തായാലും തന്നെയാ, മാറത്തില്ല. ചൂട് കൂടിയാലും തണുപ്പ് കൂടിയാലും തന്നെയാ, മാറത്തില്ല. ക്യാരക്ടർ വിൽ നോട്ട് ചേഞ്ച്. ക്യാരക്ടർ റിമെയിൻ ആസ് ക്യാരക്ടർ ഇൻ ഓൾ സിറ്റുവേഷൻ. സാഹചര്യം വന്നപ്പോൾ ഞാനങ്ങ് മാറിപ്പോയതാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിനക്ക് ക്യാരക്ടർ ഇല്ലടാ കുഞ്ഞെന്നാ. നിനക്ക് ക്യാരക്ടർ ഇല്ല, ക്യാരക്ടർ മാറത്തില്ല. യേശുക്രിസ്തുവിൻ്റെ ക്യാരക്ടറിലേക്ക് സ്നാനപ്പെടാനാണ് പറഞ്ഞത്. ഇൻ മൈ ഒനോമ, എൻ്റെ പേരിൽ. ഇനിയും നമുക്ക് താഴോട്ട് നോക്കാം. ഒനോമ, അതോറിറ്റി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന്, അതാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്തത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അവിടെ എഴുതിയിരിക്കുന്നത് ഒനോമോ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ അധികാരത്തിൽ സ്നാനപ്പെടുത്തുക എന്ന. മത്തായിയുടെ സുവിശേഷം 28:19 നമ്മുടെ ഒറിജിനൽ സ്ക്രിപ്റ്റ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. യേശുക്രിസ്തുവിൻ്റെ അധികാരം, യേശുക്രിസ്തുവിൻ്റെ ക്യാരക്ടർ ത്രിയേകമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമമാണ് യേശു തന്ന ആധികാരികത.
ഇനി നല്ലൊരു ഉദാഹരണം കൊണ്ട് ഇത് വ്യക്തമാക്കാം. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു. ഒരു കൂട്ടം ശിഷ്യന്മാരെ കണ്ടു. അവരോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവെ പ്രാപിച്ചുവോ? അവർ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. ശേടാ, അതെങ്ങനെയാണ് സ്നാനമാകുന്നത്? ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ഏറ്റവും കുറഞ്ഞത് സ്നാന സമയത്തെങ്കിലും കേൾക്കണ്ടേ? അല്ല, എങ്ങനെ സ്നാനപ്പെടുന്നേ? കാര്യം സ്നാനപ്പെടുത്തുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. ഞങ്ങൾ സ്നാനമെന്ന് കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ സ്നാനപ്പെടുന്നത്? എൻ്റെ അടുക്കൽ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നാനപ്പെടുത്തിയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പേര് ഉച്ചരിച്ചോ എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ചോദിച്ചു, വല്ല ശിശു സ്നാനം വല്ലതും ആയിരുന്നോ? കാര്യം എന്നെ പറഞ്ഞെന്ന് ആർക്കും അറിയത്തില്ല. അത് ക്രിസ്തീയ സ്നാനമല്ല. ഞാൻ മറ്റേൻ്റെ കാര്യം പറഞ്ഞു. അല്ല, എനിക്ക് ഓർമ്മയായി. പിന്നെ അങ്ങനെയാണെങ്കിൽ ഏത് ഗ്രൂപ്പിലാണ് സ്നാനപ്പെട്ടോ എന്ന് അന്വേഷിക്കണമല്ലോ. ഈ കൃത്രിമം കാണിക്കുന്ന പലരുമുണ്ട്, ഫ്രോഡ്സ് ഒരുപാടുണ്ട്. ആ കൂട്ടത്തിലെങ്ങാനും പറ്റിപ്പോയതാണോ അന്വേഷിച്ചെന്നപ്പോൾ അതാ ഞാൻ പറഞ്ഞു, വേദപുസ്തക പ്രകാരം ഒരു പ്രാവശ്യം കൂടെ ശരി സ്നാനം ആവശ്യമാണ്. നിങ്ങളുടെ ഇഷ്ടം. ആൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്നയാളായിരുന്നത് കൊണ്ട് നമ്മുടെ കുളത്തിൽ സ്നാനപ്പെട്ടു. നിങ്ങൾ സ്നാനപ്പെടേണ്ടത് യേശുക്രിസ്തുവിൻ്റെ ഒനോമയിൽ അധികാരത്തിലാണ്. ഇവിടെ പരിശുദ്ധാത്മാവെന്ന് കേട്ടിട്ട് പോലുമില്ല. പിന്നെ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് യോഹന്നാന്റെ സ്നാനം. ദാറ്റ് കൈൻഡ് ഓഫ് ബാപ്റ്റിസം ഈസ് റോങ്. ദാറ്റ് കൈൻഡ് ഓഫ് ബാപ്റ്റിസം, പരിശുദ്ധാത്മാവിൻ്റെ പേര് ഉപയോഗിക്കാത്ത ബാപ്റ്റിസം, ദാറ്റ് ഈസ് ഇൻവാലിഡ്, റോങ്, ഫ്രോഡ്. അതല്ല നിനക്ക് വേണ്ടത്. നിനക്ക് വേണ്ടത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. ആ കൈൻഡ് മാറിപ്പോയി, മറ്റേത് ഇൻവാലിഡാണ്, പിന്നെ അതില്ല. ഇതുകൊണ്ടായിരിക്കണമല്ലോ യേശു തൻ്റെ ശിഷ്യന്മാരെ റീബാപ്റ്റൈസ് ചെയ്തത്. യേശുവിൻ്റെ ശിഷ്യന്മാർ പലരും യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു. പക്ഷേ യേശു അവരെ പിന്നെ കൊണ്ട് സ്നാനപ്പെടുത്തിയല്ലോ. അവരവരാലോചിച്ചു, ഇറ്റ്സ് എ കൈൻഡ്. യേശുവിൻ്റെ നാമത്തിലെ സ്നാനമെന്നും യോഹന്നാന്റെ സ്നാനമെന്നും പറയുന്നത് രണ്ടും ഡിഫറെൻറ്റ് കൈൻഡ്സ്. ഉപയോഗിക്കുന്ന വാചകങ്ങൾ രണ്ടിനകത്തും വ്യക്തമല്ല. വ്യക്തമായത് ഒറ്റ വേദഭാഗമേ ഉള്ളൂ. അത് മത്തായി 28:18 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പലതരം സ്നാനങ്ങളുണ്ടെന്ന് നമ്മൾ മുമ്പേ തന്നെ കണ്ടു. അതിനകത്ത് യോഹന്നാന്റെ സ്നാനമുണ്ട്, ക്രിസ്തീയ സ്നാനമുണ്ട്, ജ്ഞാനസ്നാനമുണ്ട്, ശിശു സ്നാനമുണ്ട്, സ്നാനമെന്ന പേരിൽ നടത്തുന്ന ശിശു സ്നാനമുണ്ട്, യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനമുണ്ട്. ഇങ്ങനെ പലതും ഉണ്ട്. ഇതിൽ വാലിഡായിട്ടുള്ള ക്രിസ്ത്യൻ വചനം ഒനോമയാണ്. യേശു ക്രിസ്തുവിൻ്റെ അധികാരം, യേശു ക്രിസ്തുവിൻ്റെ നാമം. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ രോഗി സൗഖ്യമാകട്ടെ എന്ന് പറയുമ്പോഴും യേശു ക്രിസ്തു എനിക്ക് തന്ന അധികാരപ്രകാരം, സ്തോത്രം, ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ എന്നെ ഭയങ്കരമായി ബലപ്പെടുത്തിയ ഒരു പ്രസ്താവന കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു തോന്നുന്നു. ഇവിടുത്തെ സഭായോഗത്തിന് ഞാൻ ശനിയാഴ്ച രാത്രിയിൽ അറ്റൻഡ് ചെയ്തപ്പോൾ സഭായോഗത്തിൻ്റെ പ്രീ പ്ലേ ആയി സുനിൽ പാസ്റ്റർ എന്നോ എടുത്ത ഒരു മെസ്സേജിൻ്റെ ശകലം ഇട്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച തല്ലെന്ന് എനിക്ക് സൂക്ഷ്മം അറിയാം. എന്നോ എടുത്തിരുന്ന, മീഡിയയിലെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തുള്ളൂ, എന്നോ എടുത്തിരുന്ന ഒരു മെസ്സേജിൻ്റെ ഒരു ചെറിയ ട്രെയിലർ ഇട്ടിരുന്നു. അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു, ഇടയശ്രേഷ്ഠനായ യേശു ഈ സഭയുടെ ഇടയനായി എന്നെ നിയമിച്ചതിനാൽ ആ നിയമനത്തിലുള്ള അധികാരം ഉപയോഗിച്ച് ഞാൻ ഇന്നത് പ്രസ്താവിക്കുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലായോ? ഇടയശ്രേഷ്ഠനായ ക്രിസ്തു, ഇദ്ദേഹം പറഞ്ഞതാണ്, ഇടയശ്രേഷ്ഠനായ ക്രിസ്തു ഈ സഭയുടെ ഇടയനായി എന്നെ നിയമിച്ചതിനാൽ ആ നിയമനത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇത് പറയുന്നു. ഏതോ ഒരു പദം. അത് കഴിഞ്ഞൊരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആരോ ഒരാൾ എനിക്ക് റെയ്നഡ് ബോങ്കയുടെ ഒരു ക്ലിപ്പ് അയച്ചു. ക്ലിപ്പൊക്കെ എൻ്റെ എന്ന് പോയി. ബോങ്കെ അവശനായി, ക്യാൻസർ വന്ന് മരണത്തോടടുത്ത്, മുഖം കണ്ടാൽ തിരിച്ചറിയാൻ വയ്യ, നീര് വന്ന് വീറി വല്ലാതായി, കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് ഒരു വിരൂപമായ ആ സാഹചര്യത്തിൽ ബോങ്ക പറയുന്ന ഒരു പ്രസ്താവനയാണ്, 8 മിനിറ്റോ 7 മിനിറ്റോ ലോകവ്യാപകമായി ശുശ്രൂഷിക്കുവാൻ ഒരു സുവിശേഷകനായി ദൈവം എന്നെ തിരഞ്ഞെടുത്ത ആ അധികാരത്തിൽ നിന്ന് ഞാൻ ഇപ്പോൾ പറയട്ടെ, ഇത് കേൾക്കുന്ന ജനം സൗഖ്യമാകട്ടെ. അധികാരം മനസ്സിലാകുന്നുണ്ടോ? യേശു എന്നെ ഏൽപ്പിച്ച അധികാരം, അതെനിക്ക് തിരുത്താനൊക്കത്തില്ല. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2:38 ലോകം എങ്ങുമുള്ള ഭക്തിയുള്ള യഹൂദന്മാരോട് പത്രോസ് പറഞ്ഞ പദം, നിങ്ങൾ യേശുവിൻ്റെ അധികാരത്തിൽ സ്നാനപ്പെടുക. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമമാണ്.
അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ജാതികളിൽ നിന്ന് മാനസാന്തരപ്പെട്ടു വരുന്ന കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നിന്ന് വീണ്ടും പത്രോസ് ഇതേ കാര്യം പറഞ്ഞു. യേശു തന്ന ഒനോമയിൽ, ഇവിടെ ഈ യേശുവിൻ്റെ നാമം എന്ന പദത്തെ ഒനോമയെന്ന് എടുത്ത് വായിച്ചാൽ ഇത് മനസ്സിലാകത്തുള്ളൂ. ഭാഷ മനസ്സിലാക്കാൻ യേശു കൊടുത്ത അധികാരത്തിൻ്റെ പേരിൽ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ ജാതികളിൽ നിന്ന് സ്നാനമേറ്റു വരുന്ന എന്നെപ്പോലുള്ളവർ എങ്ങനെ വേണമെന്ന്, കാര്യം ഞാൻ ജാതിയിൽ നിന്ന് സ്നാനപ്പെട്ടതാ, എങ്ങനെ വേണമെന്ന് അത് പറയുമ്പോൾ ഒന്നുകൂടെ പറയും. ജാതിയിൽ നിന്ന് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാൽ യഹൂദനല്ലാതെ ജനിച്ച സകലരെയും കൂടെ ഒരുമിച്ച് ബൈബിൾ വിളിക്കുന്ന പേരാണ് ജാതി എന്ന്. അത് തന്നെ നമ്മുടെ പേര്. യഹൂദനായി ജനിച്ചവനെ യഹൂദനെന്നും അല്ലാതെ ജനിച്ചവനെ ജാതി എന്നുമാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യം എടുത്തു പറഞ്ഞത്. ഞാൻ ജാതിയിൽ നിന്ന് വന്നവനാണ്, യഹൂദനല്ലായിരുന്നെന്ന്. ഈ ജാതികളിൽ നിന്ന് വരുന്നവരോട് എന്തു പറയണം, എങ്ങനെ പഠിപ്പിക്കണമെന്ന് ചോദ്യം വന്നപ്പോൾ അവർ പറഞ്ഞതാണ്, മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ അധികാരത്തിൽ സ്നാനപ്പെട്ടോണം. അത് ജാതിക്കും പ്രമാണം അത് തന്നെ, യഹൂദനും പ്രമാണം അത് തന്നെ. 7-ാമത്തെ അധ്യായം തുടരട്ടെ. ക്യാൻ ബാപ്റ്റിസം ബി റിപ്പീറ്റഡ്? സ്നാനം ആവർത്തിക്കപ്പെടാൻ കഴിയുമോ? അതല്ലേ അപ്പോസ്തലപ്രവൃത്തി 19-ന്റെ 2-ാമത്തെ വാക്യത്തിൽ യോഹന്നാന്റെ സ്നാനം ഏറ്റിരുന്നവരുടെ സ്നാനം ഇൻവാലിഡാന്ന് കണ്ടതോടെ 19-ന്റെ 5-ൽ വീണ്ടും അവരെ സ്നാനപ്പെടുത്തി. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ യോഹന്നാന്റെ സ്നാനം ഏറ്റവരെ, ആളുകൾ പറയാറുണ്ട്, നീ പണ്ടൊന്ന് സ്നാനപ്പെട്ടതാ, അത് ശിശുവായിരുന്നപ്പോൾ പോലും വളർന്നപ്പോഴായിരുന്നപ്പോൾ പോലും പോന്ന വഴി മഴ നനഞ്ഞതുപോലും നീ പണ്ടൊന്ന് സ്നാനപ്പെട്ടതാ, മതിയടാ, ഇനി സ്നാനപ്പെടേണ്ട കാര്യമില്ല. അപ്പൂപ്പാ, അമ്മൂമ്മേ, ബൈബിൾ അങ്ങനെ അല്ല പഠിപ്പിക്കുന്നത്. ഒരിക്കൽ സ്വീകരിച്ച സ്നാനം ലീഗൽ അല്ല എങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ആൻ ഇല്ലീഗൽ വൺ, യു നീഡ് ടു ഹാവ് എ ലീഗൽ ബാപ്റ്റിസം. ശരിയായ സ്നാനം ഒരു പ്രാവശ്യമേ എടുക്കാവുള്ളൂ, പിന്നെ എടുക്കേണ്ട കാര്യമില്ല. ക്രിസ്തുവിനാൽ അംഗീകൃതമായ അഥവാ ശരിയായ സ്നാനം ഒരിക്കൽ സ്വീകരിക്കുന്നതിന് മുന്നമേ എത്ര പ്രാവശ്യം സ്നാനപ്പെട്ടവരും, സ്നാനപ്പെടുക എന്നുള്ള പദം തെറ്റിപ്പോയി, സ്നാനത്തിന് പകരം കാണിച്ചെന്ന റീപ്ലേസ്മെന്റ് പരിപാടികൾ എത്ര പ്രാവശ്യം കാണിച്ചെങ്കിലും ദാറ്റ് ഈസ് നോട്ട് വാലിഡ്. ഒരു പ്രാവശ്യം വാലിഡായ സ്നാനം എടുത്തേ മതിയാകും. 4-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ ഇതിന് വിപരീതമായ ആശയം തോന്നിക്കുന്ന ഒരു പദമുണ്ട്. എഫെസ് ലേഖനം 4-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനമൊന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ രണ്ടാമതൊരു സ്നാനത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ട്. സത്യമാണ്, ശരി, സ്നാനം ഒന്ന് വെട്ടെങ്കിൽ രണ്ടാമത്തേൻ്റെ ആവശ്യമില്ല. പക്ഷെ അല്ലെങ്കിലോ ശരിയായ സ്നാനം ഒന്നേ ഉള്ളൂ. എവിടെയെങ്കിലും വഞ്ചിക്കപ്പെട്ടവരുണ്ടെങ്കിൽ മടങ്ങി വരണം. ഈ പദത്തെ ഞാൻ ഒന്നുകൂടെ നിൽക്കട്ടെ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചു. അപ്പം പ്രത്യാശ ഒന്നാണ്, ശരീരം ഒന്നാണ്, ആത്മാവ് ഒന്നാണ്, കർത്താവ് ഒരുവനാണ്, വിശ്വാസം ഒന്നാണ്, സ്നാനവും ഒന്നാണ്. പക്ഷേ പ്രത്യാശ തെറ്റിയാലോ? ഒറ്റ പ്രത്യാശ അതങ്ങ് തെറ്റിയാലോ? യേശു വരുമെന്നായിരുന്നു എൻ്റെ പ്രത്യാശ, വരത്തില്ലെന്നാ ഇപ്പോഴത്തെ വ്യത്യാസമെങ്കിലോ? നിങ്ങളുടെ പഴയ പ്രത്യാശയ്ക്ക് ഒരു വിലയുമില്ല, മീനിങ്ലെസ്. 2, ആത്മാവ് തെറ്റിയവർ. നിങ്ങൾക്കെല്ലാം ഒരേ ആത്മാവാണെന്ന് പറഞ്ഞെങ്കിലും ദുരാത്മാവ് ബാധിച്ചതിനെ പറഞ്ഞു വിടാൻ യേശു അത് കൽപ്പിച്ചത്. ആത്മാവ് ഒന്നല്ല. ഒരേ കാര്യത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരെ ഒരേ ആത്മാവിനാലും ഒരേ സ്നാനത്താലും ഒരേ വിശ്വാസത്താലും ഒരേ പ്രത്യാശയാലും നിറയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് നടന്നിട്ടില്ലെങ്കിൽ നടന്നേ മതിയാകും. വിശ്വാസം തെറ്റിയവർ അങ്ങനെ അങ്ങ് തുടരാനാണോ? അല്ല, മടങ്ങി വരണം. സ്നാനം തെറ്റിയവർ മടങ്ങി വരണം. അവർ ശരിയായ സ്നാനം ഒന്നേ ഉള്ളൂ, അത് ഒരു പ്രാവശ്യം അംഗീകരിച്ചെങ്കിലേ മതിയാകുള്ളൂ. ഇനിയും കാൻഡിഡേറ്റർ ഫോർ ബാപ്റ്റിസം. നേരമായി 5 മിനിറ്റ് നോക്കട്ടെ, 5-6 മിനിറ്റ്. കാൻഡിഡേറ്റർ ഫോർ ബാപ്റ്റിസം, സ്നാനത്തിനുള്ള യോഗ്യത എന്ത്? സ്നാനത്തിനുള്ള യോഗ്യത ഒന്നിത് ഫണ്ടമെൻ്റൽ ഡോക്ടറിനാണ്, മറക്കരുത്. മത്തായിയുടെ സുവിശേഷം 28-19 വിശ്വസിക്കുക, കൽപ്പിച്ചതൊക്കെയും ചെയ്യുക. അതായത് അനുസരണവും ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളിത്വവും ഉള്ളതാണ് സ്നാനത്തിനുള്ള ഒന്നാം ലക്ഷണം. വിശ്വസിക്കുക, അനുസരണ മനോഭാവം കാണിക്കുക, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിത്വം കാണിക്കുക. അതിന് തയ്യാറാകുന്നവരാണ് സ്നാനപ്പെടേണ്ടത്. 3, മാനസാന്തരം, ആത്മാവിനായുള്ള ദാഹം, വേർപാട്, അപ്പസ്തോലിക കൂട്ടായ്മ, അപ്പസ്തോലിക ഉപദേശം, അപ്പം നുറുക്ക്, പ്രാർത്ഥന, ഇവയിലുള്ള തീരുമാനം സ്നാനത്തിന് ബാധകമാ. ഇതുണ്ടേ മതിയാകും.
റോമർ 12:1-2 വാക്യങ്ങളിൽ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗവുമായി സമർപ്പിപ്പീൻ, ഈ ലോകത്തിന് അനുരൂപമാകരുത്. 4 പേര് ഒരുമിച്ച്, ഞാനിപ്പം വിദേശത്ത് പോയിട്ട് വന്നതാണ്, എനിക്ക് തോന്നുന്നു ഒരു 100-200 പേരെങ്കിലും എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. ഓരോ ഇടത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ ഓരോ വൃത്തികെട്ട വേഷത്തിൽ വന്നു പോയെങ്കിൽ ഞാൻ അറിഞ്ഞതല്ല, എൻ്റെ ഡ്രസ്സ് ഇത് തന്നെയാണ്. ഞാൻ സഹോദരിമാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്, പക്ഷേ സാരി എടുത്തിട്ടില്ല. ഞാൻ വൃത്തികെട്ട ആമ്പിള്ളേരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്, പലതും കാണിച്ചിട്ടില്ല. കാര്യം അണ്ടർവെയർ ഇട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ പരസ്യമായി കാണിച്ചില്ല. എനിക്ക് കാണിക്കാവുന്ന ക്രിസ്തീയ മാന്യതയുള്ളതും, ഈ പദം ഓർത്തോണം, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപത്വമുള്ളതുമായത് മാത്രമേ വാലിഡായിട്ടുള്ളൂ. അതിൻ്റെ വെളിയിലുള്ളത് എൻ്റെ വകയല്ല എന്നെടുത്ത് ഓർമ്മിപ്പിക്കട്ടെ. ഇനിയും സ്നാനപ്പെടുത്താനുള്ള യോഗ്യത എന്തോ? ഹൂ ഈസ് ബാപ്റ്റൈസർ? നിയമിക്കപ്പെട്ടവരും ആത്മാവിനെ പ്രാപിച്ചവരും മാത്രമേ സ്നാനപ്പെടുത്താൻ ഒക്കത്തുള്ളൂ. യേശു യോഹന്നാന്റെ സുവിശേഷം 20:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, അവരുടെ മേൽ ഊതി, ദൈവത്താൽ അയക്കപ്പെട്ടവർക്ക് മാത്രമേ സ്നാനപ്പെടുത്തുവാൻ അധികാരമുള്ളൂ. ഐ വിൽ റെക്കമെൻഡ്, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ റെക്കമെൻഡേഷനിൽ വന്നു വെച്ച് നിർത്തട്ടെ. ഇന്ദ്രിയ ജയമുള്ളവരും, ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ പറയുന്ന പോലെ എൻ്റെ കണ്ണ് നിൽക്കും, ഞാൻ പറയുന്നിടത്ത് എൻ്റെ കൈ നിൽക്കും, ഞാൻ പറയുന്നിടത്ത് എൻ്റെ ചെവി നിൽക്കും. എൻ്റെ ഇന്ദ്രിയങ്ങളുടെ മേൽ എനിക്ക് അധികാരമുണ്ട്, അതിനപ്പുറത്ത് ചെകുത്താൻ അതിൻ്റെ മേലൊരു അധികാരം ഇല്ല. കേൾക്കരുതാത്തത് കേൾക്കാനും, നോക്കരുതാത്തത് നോക്കാനും, ചെയ്യരുതാത്തത് ചെയ്യാനും, പറയരുതാത്തത് പറയാനും ഒക്കെ എന്നെ പ്രേരിപ്പിക്കുന്ന വേറൊരു ശക്തിയുണ്ട്. എൻ്റെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപത്തിൻ്റെ സ്വഭാവം അതെന്നെ കീഴടക്കത്തില്ല. ഇന്ദ്രിയ ജയമുള്ളവരും വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരും, അതും കുഴപ്പമില്ല ഇതും കുഴപ്പമില്ല, പള്ളിയിലൊക്കെ വരുന്നുണ്ടല്ലോ കുഴപ്പമില്ല മോനെ, അതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. അതിന് സ്നാനപ്പെടാം, പക്ഷെ സ്നാനപ്പെടുത്താനുള്ള അധികാരം വിശ്വാസത്തിൽ ആരോഗ്യവും ജീവിതത്തിൽ വിശുദ്ധിയും. ഞാൻ സുനിൽ പാസ്റ്ററോട് പറഞ്ഞ മോനെ, ഇന്ന വ്യക്തിയെക്കുറിച്ച് നമ്മുടെ ചർച്ചയിലുള്ളത് അല്ല ഇന്ന വ്യക്തിയെക്കുറിച്ച് പലരുടെ ഇടയിൽ സഞ്ചരിക്കുമ്പോൾ നല്ല ഒരു ഒപ്പീനിയൻ അല്ല, വേണ്ടാത്ത പലതും കേൾക്കുന്നു. സാക്ഷ്യത്തിൻ്റെ കുറവ്. ചിലതിൻ്റെ ഫോട്ടോ കണ്ടതാകാം, ചിലതിൻ്റെ ഇൻ്റർനെറ്റ് പ്രഭാഷണം കേട്ടതാകാം, ചിലതിൻ്റെ പള്ളിയിലെ പ്രസംഗം കേട്ടതാകാം. അയോഗ്യമായി ഇത് കേൾക്കുന്നവർ ജീവിതത്തിൽ ആത്മനിറവും വിശുദ്ധിയും, ശുശ്രൂഷയിൽ ആത്മനിറവും, അതില്ലാത്ത പലരും ഉണ്ടാവും. ശുശ്രൂഷയിൽ ആത്മനിറവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള ഘനശാലികളും സഭാസ്നേഹികളും വിശ്വസ്തരുമായവർ വേണം സ്നാനം കൊടുക്കേണ്ടതിന് ഒരുങ്ങുവാൻ. ലെറ്റ് us കൺസിഡർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. ഒരു മാതൃകാ സ്നാനം കൂടെ നിർത്തി, ഒരു മാതൃകാ സ്നാനം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കണമെന്ന് ഞാൻ ഓർത്താൽ ഒക്കത്തില്ല. 8-ാം അധ്യായം 26 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനായിരുന്ന ഒരുവനെ പീലിപ്പോസ് സ്നാനപ്പെടുത്തുന്നതായി കാണാം. ആ സ്നാനത്തിൻ്റെ പല ഭാഗങ്ങളുണ്ട്. ഒന്ന്, തേരിൽ ഇരുന്നു കൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ച് ആ വായിച്ച വാക്യങ്ങളെ ആധാരമാക്കി സുവിശേഷം മാത്രം പറഞ്ഞ പീലിപ്പോസിൻ്റെ സുവിശേഷം കേട്ട ഷണ്ണൻ പോകുന്ന വഴിയിൽ ചോദിച്ചു, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? അപ്പം ഇവനെ സ്നാനത്തെക്കുറിച്ച് ആരാ പഠിപ്പിച്ചു കൊടുത്തേ? സുവിശേഷത്തിൻ്റെ ഭാഗമാണോ സ്നാനം? ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൂടെ ഉപയോഗിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. 13ന്റെ പട്ടിക ടേബിൾ ഉണ്ടല്ലോ, ടേബിൾ ഓഫ് നമ്പർ 13. 2ന്റെ പട്ടിക പഠിക്കുന്നത് എളുപ്പമാണ്, 5ന്റെ പട്ടിക കുഴപ്പമില്ല. പക്ഷെ 13ന്റെ പട്ടിക വരുമ്പോൾ എവറീസിന് വലിയ പ്രയാസമായിരുന്നു. അപ്പം ഞാനൊരു സാറിനോട് ചോദിച്ചു തന്നിരിക്കട്ടെ, സാറേ ടൈം ടേബിൾ തന്നിരിക്കുന്നത് മാത്സ് പീരീഡ് എന്നാ, സാറെന്തിനാ ഈ പട്ടിക പഠിപ്പിക്കുന്നത്? ഒരു പറയട പൊട്ട, പട്ടിക കണക്കിൻ്റെ ഭാഗമാ, സ്നാനം സുവിശേഷത്തിൻ്റെ ഭാഗമാ. സുവിശേഷം കേൾക്കുന്നവന് സ്നാനം മനസ്സിലാകും. ബാപ്റ്റിസം ഈസ് എ പാർട്ട് ഓഫ് ഗോസ്പൽ. 2, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? സ്നാനത്തിന് വേണ്ടിയുള്ള താല്പര്യം കുട്ടിയിൽ നിന്നാണ് വരേണ്ടത്, സ്നാനപ്പെടുന്ന വ്യക്തിയിൽ നിന്നാണ് വരേണ്ടത്. ദൈവത്തിൻ്റെ കരുണയാൽ ഒരു 86,000 പേരെ ഈ ബാംഗ്ലൂരിൽ സ്നാനപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ തന്നു. 86,000, അത് കുറയത്തില്ല. ഈ പട്ടണത്തിൽ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് കൃപ തന്നു. എല്ലാത്തിനും ചൊവ്വ മുക്കിയത് കൊണ്ട് പിന്നെ മുക്കാൻ ദൈവം എനിക്ക് അവസരം തരുന്നത്. ഞാൻ ഒന്നുകൂടെ തുടരാം. ഒരെണ്ണം പോലും ഞാൻ പറഞ്ഞിട്ടല്ല, അവരുടെ റിക്വസ്റ്റ് കൊണ്ടാണ്.
the request come from them. 3, the one who is baptized comes near the water. വെള്ളം സ്നാനവാളിയുടെ അടുക്കലേക്ക് കൊണ്ടുപോകുകയാണോ, വെള്ളത്തിൻ്റെ അടുക്കലേക്ക് സ്നാനവാളിയെ കൊണ്ടുപോകുകയാണോ എന്ന്? ഇതൊന്നും ആരും ചിന്തിക്കാറില്ലല്ലേ. വേദോസ്തവത്തിൻ്റെ ഡീപ്പ് ഇതാ. എനിക്ക് ഒരു ബക്കറ്റ് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവന്ന് വേണമെങ്കിൽ സ്നാനപ്പെടാം. പ്രത്യേകിച്ചും എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണന് VVIP അല്ലേ. ഒരു ബക്കറ്റ് വെള്ളം ഇഞ്ഞു കോരിക്കൊണ്ട് വന്നങ്ങ് സ്നാനപ്പെടുത്താമല്ലോ. നടക്കുകയല്ല മോനെ. എൻ്റെ യേശു സ്നാനപ്പെട്ടത് താൻ സൃഷ്ടിച്ച യോർദാനിലേക്ക് ചെന്ന വെള്ളത്തിങ്കിലേക്ക് സ്നാനവാളി പോകയാണ്. വെള്ളം സ്നാനവാളി അടുക്കിലേക്ക് കൊണ്ടുവരികയല്ല. ഇനി അവസാനമായി സ്നാനം കഴിഞ്ഞു, ഇരുവരും വെള്ളത്തിൽ നിന്ന് കയറി എന്ന് പറഞ്ഞാൽ 2 പേരും വെള്ളത്തിൽ ഇറങ്ങിയെങ്കിലേ ക്രിസ്തീയ സ്നാനം നടക്കത്തുള്ളത്. അതിനുവേണ്ടിയാണ് ഒരു മാതൃകാസ്ഥാനം ഇട്ടിരിക്കുന്നത്. ഒടുവിൽ പരിശുദ്ധാത്മാവ് ചോദിച്ച പഴയ ചോദ്യം ഞാൻ ആവർത്തിക്കട്ടെ, ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റവൻ്റെ നാമം വിളിച്ചു പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പൗലോസിനോട് പറഞ്ഞ പരിശുദ്ധാത്മാവ് ഇന്ന ചോദ്യം ആവർത്തിക്കട്ടെ. മോനെ പാട്ട് പാടരുത്. 1 മിനിറ്റ് എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാലും ഈ സമയത്ത് ആരെങ്കിലും ദൈവസന്നിധിയിൽ സ്നാനത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരുന്നവർ ഈ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത്, കർത്താവേ, ഈ അനുഭവത്തിലേക്ക് വരുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, ഞാനും സ്നാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, എനിക്കത് വേണമെന്ന് പറയുവാനുണ്ടെങ്കിൽ ഈ സമയം അങ്ങനെയുള്ളവർ ആ ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിൽക്കുവാൻ ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. എൻ്റെ ആരോഗ്യം തീരുന്നതിന് മുന്നമേ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടിരിക്കട്ടെ. ആരെങ്കിലും ഒരാൾ എനിക്കിതുവരെയും പ്രോപ്പറായി ഒരു സ്നാനം ലഭിച്ചിട്ടില്ല, സ്നാനപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ, എഴുന്നേറ്റ് നിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ശബ്ദപരിധിയുടെ ഉള്ളിൽ ലോകവ്യാപകമായി എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മലയാളം കമ്മ്യൂണിറ്റിയിൽ ഇന്ന് പകൽ ഈ ആലോചനയുടെ മുമ്പിൽ സ്നാനത്തിനു വേണ്ടി സമർപ്പിക്കുന്നവരുണ്ടോ? അവിടങ്ങളിൽ നിങ്ങളെ സമർപ്പിച്ചു. ഇതിനകത്ത് എഴുന്നേക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം എഴുന്നേക്കാം. കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ എഴുന്നേറ്റ് നിൽക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ആ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ തന്ന് പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ്റെ ബലമുള്ള നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. ക്രിസ്തീയ സ്വഭാവത്തിൽ ദൈവകൃപയുള്ളവരായി ജീവിപ്പാൻ കർത്താവ് അവർക്ക് കൃപ കൊടുക്കണം. ഏറ്റവും വേഗത്തിൽ സ്നാനത്തിൻ്റെ ക്രമീകരണങ്ങൾ കർത്താവ് ചെയ്യണമേ. അത് തിരുനാമമഹത്വത്തിനായിരിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ 6-7 മിനിറ്റ് എക്സ്ട്രാ എടുത്തു. അഡ്ജസ്റ്റ് മീ സംവെയർ.